തോപ്പനം കണ്ടപ്പൻ തോപ്പനം കണ്ടേ ചാവേറിഞ്ഞോ വീനെല്ലാം നാവു മുളച്ചമ്മേ കൂനനുറും പണി ചേമൊരാനയെ കൊന്നേ. നമസ്തേ, ഞാൻ ആർട്ടിസ്റ്റ് സത്കലാ വിജയൻ മുളന്തുരുത്തി. എൻ്റെ സ്വദേശം മുളന്തുരുത്തിയാണെങ്കിലും എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളെല്ലാം തൃപ്പൂണിത്തുറ RLV അക്കാഡമിയിലായിട്ടാണ്. അവിടെ ചിത്രകല ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. അതിനുശേഷം ചിത്രകലയിൽ വ്യാപരിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഡോക്ടർ BR അംബേദ്കർ അവാർഡ്, കൂടാതെ കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ്, അതിനെ തുടർന്ന് എനിക്ക് തിരുവനന്തപുരം വെൽഫെയർ അവാർഡ്, പിന്നെ മുൻ കേരള ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കടാചലം അവാർഡ്, ഒറീസയിലെ ഫോക്ലോർ എനിക്ക് തന്നിട്ടുള്ള കേരള കലാമന്ദിരം അവാർഡ്, അതുകൂടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ബഹുമുഖ പ്രതിഭയ്ക്കുള്ള മലയാള പുരസ്കാരം. ഇത്രയും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മേഖല എന്ന് പറയുന്നത് ചിത്രകലയും നാടൻ പാട്ടുമാണ്. വരയും നാട്ടുമൊഴിയും എന്നാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. ഇപ്പോൾ 2041 വേദികൾ കഴിഞ്ഞു. ഞാൻ തന്നെ വാദ്യങ്ങൾ വായിക്കുന്നു, ഞാൻ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നു, ഞാൻ തന്നെ പാടുന്നു. അങ്ങനെ ആണ് ഇത്രയും വേദികൾ പിന്നിട്ടത്. ഇപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് എന്ന് പറയുന്നത് ബാവുൽ എന്ന് പറയുന്ന വാദ്യ ഉപകരണത്തിൻ്റെ വേറൊരു പതിപ്പാണ്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ആ ബാവുൽ ഉപയോഗിച്ചുകൊണ്ട് പഴമയുടെ ഒരു നാടൻ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനിയും അനേകം നാടൻ പാട്ടുകൾ വരും. ഇത് മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ നമുക്ക് സംഭാവനയായിട്ട് വായുമൊഴിയായി തന്നിട്ടുള്ളവയാണ് ഈ നാടൻ പാട്ടുകളെല്ലാം. അതിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു കലാകാരൻ, നാടൻ പാട്ട് ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീ തായില്യം കുട്ടപ്പനാണ്. അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളാണ് പണ്ടുകാലം മുതൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പോന്നിട്ടുള്ളത്. ഈ നാടൻ പാട്ടുകൾ എന്നാൽ വീണ്ടും പുനരുദ്ധരിച്ചു കൊണ്ടുവന്ന് പുതിയ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അന്തരിച്ച ശ്രീ കലാഭവൻ മണിയാണ്. കലാഭവൻ മണി ഞാനുമൊക്കെ ധാരാളം വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രസീത ചാലക്കുടി അടക്കം, പ്രസീത ചാലക്കുടിയൊക്കെ കലാഭവൻ മണി വിളിച്ചുകൊണ്ട് വന്ന് ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീം വർക്ക് ചെയ്തപ്പോഴാണ് പ്രസീത ചാലക്കുടി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം നാടൻ പാട്ടുകൾ. പിന്നെ നമ്മുടെ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ, അത് ശ്രീ കലാഭവൻ മണിയുടെ മരണ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ പോയിരുന്നു. മണിയെക്കുറിച്ച് ഞാൻ എഴുതിയ കവിത ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാമകൃഷ്ണനോട് ഞാൻ പറഞ്ഞു, ഞാനും RLV അക്കാദമിയിൽ പഠിച്ച ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് മുഖവിലക്കെടുത്തില്ല. എന്തായാലും ഇതൊക്കെ എനിക്ക് പുതിയ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമായിട്ടൊരു ട്രൂപ്പുണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ 10-22 കലാകാരന്മാരുണ്ടായിരുന്നു. അവരെ ഒന്നും സമയത്ത് വിളിച്ചാൽ സമയത്ത് വരില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ പ്രോഗ്രാം നടത്തുന്നതിന്. അപ്പോൾ അവസാനം ഞാൻ കണ്ടുപിടിച്ച തന്നെയുമല്ല, ഞാൻ തിരുവാങ്കുളം സ്കൂളിലെ അധ്യാപകനായിരുന്നല്ലോ. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കാഞ്ഞിരമറ്റം സുകുമാരൻ എന്ന് പറയുന്ന ഒരു ബാലസാഹിത്യകാരൻ, ഒരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിനക്കൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുട്ടികളിപ്പോൾ നമ്മൾ പെൻഷൻ പറ്റിയാലും വിദ്യാലയങ്ങൾ തോറും കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം നിനക്ക് കണ്ടുപിടിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് വരയും നാട്ടുമൊഴിയും എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. കലാഭവൻ മണി എന്ന് പറയുന്നത്, ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല അന്ന് വരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ചിരി, കലാഭവൻ മണിയുടെ ചിരി ചിരിച്ചേച്ച് എന്നോട് പറഞ്ഞു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശബ്ദം കേട്ടിട്ട് മണിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാൻ കലാഭവൻ മണിയാണ്, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? ജാനുവരി 1 എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷവും. അപ്പോൾ ഇത് നാളത്തെ കഴിഞ്ഞ് ജാനുവരി 1 ആണ്. അപ്പോൾ എന്നെക്കുറിച്ചൊരു കവിത എഴുതാമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എഴുതാമല്ലോ. അപ്പം ഞാൻ കോതമംഗലത്ത് ഒരു മണ്ഡലകാലം കെട്ടുനിറ സമയത്ത് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ വണ്ടിയും കൊണ്ട് മുളന്തുരുത്തിയിൽ വരും. ഞാൻ വന്നില്ലെങ്കിലും കൂട്ടുകാരനോ ആരെങ്കിലും വരും. മാഷ് എൻ്റെ ഒപ്പം വരണം, എൻ്റെ കവിത എനിക്ക് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം തുറന്ന 6 സ്റ്റേജാണ് അവിടെ. അവരുടെ പാടി എന്ന് പറയുന്ന ആ ജാതിത്തോട്ടത്തിൽ തുറന്ന 6 സ്റ്റേജ്. ഒരു സ്റ്റേജിൽ എൻ്റെ നാടൻ പാട്ട്, അടുത്ത സ്റ്റേജിൽ രാമകൃഷ്ണൻ്റെ ഭരതനാട്യം മോഹിനിയാട്ടം, അതങ്ങനെ. അടുത്ത സ്റ്റേജിൽ ഗസൽ, ഉമ്പായി, നമ്മുടെ അന്തരിച്ചു പോയ ഗസൽ വിദ്വാൻ ഉമ്പായി. അങ്ങനെ എന്തിനു പറയുന്നു, ഇറ്റലിയിൽ നിന്ന് വരെയൊക്കെ ആളുകൾ ഈ ബർത്ത്ഡേക്ക് മണിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ ഫ്രീ ആയിട്ട്, പൈസയൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാത്രി 10 മണി കഴിഞ്ഞാൽ മൈക്ക് അലോട്ട്മെൻറ്റ് ഇല്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു 10:15 ഇനി നിങ്ങൾക്ക് സമയം നീട്ടിത്തരാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇറ്റലിക്കാർക്കൊന്നും പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല. അവർ കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അത്ര ജനബാഹുല്യമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. എൻ്റെ കവിത കേട്ടിട്ട് നിമ്മിയും അതുപോലെ തന്നെ മകള് അവരൊക്കെ കരഞ്ഞു എന്നുള്ള. മണി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു. ആ തമിഴ് സിനിമയിലെ നായകൻ്റെ പേര് വരെയും കഥാപാത്രത്തിൻ്റെ പേര് വരെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പാടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പേരൊക്കെ ഞാൻ മറന്നേ പോയി, മാഷിൻ്റെ പാട്ടിലൂടെയാണ് ഞാൻ വീണ്ടും അത് ഓർമ്മപ്പെടുത്തിയെടുത്തത് എന്ന് പറഞ്ഞു. അയ്യോ, ഇന്നത്തെ പാട്ടുകളൊന്നും മനസ്സിലേക്ക് വരില്ലല്ലോ. പഴയ പാട്ടുകളുടെ ഈണവും അതിൻ്റെ വരികളും, ONVയുടെ വരികളും, അതുപോലെ തന്നെ ധാരാളം എഴുത്തുകാർ പണ്ട് കാലത്തുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എഴുതിയിട്ടുള്ള വരികളെന്ന് പറഞ്ഞാൽ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള വരികളാണ്. ഇപ്പോൾ സന്ദർഭത്തിനനുസരിച്ചുള്ള വരികളാണ്. ഇപ്പോൾ ദുഃഖമയമായിട്ടുള്ള ഒരു രംഗമാണെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലാണ്. ഇന്നതല്ല. ഇന്ന് നമ്മൾ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു സ്കെയിലിൽ കൂടി വേണം പാടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇപ്പോൾ ദന്തിമി 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 താ, ഈ സാധനത്തിന് അക്ഷരം ചേർത്തുകൊണ്ട് കവിത ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ചടുലമായിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ അത് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും പഴയ പാട്ടുകൾ, ആ കരിമുകിൽ കാട്ടിൽ എന്നുള്ള പാട്ടും, അതുപോലെ തന്നെ ആയിരം പാദസരങ്ങൾ കീലുങ്ങി, ഈ പാട്ടുകളൊക്കെ അതിൻ്റെ ആ വരികൾക്കനുസരിച്ചുള്ള സ്ലോ മോഷനിലാണ് ആ പാട്ടുകൾ പാടിയിരിക്കുന്നത്, ചടുലമായിട്ടുള്ള പാട്ടുകളല്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും പഴയ പാട്ടുകൾ. അയ്യോ, മണിച്ചേട്ടൻ്റെ അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടൊന്നുമില്ല. മണിച്ചേട്ടൻ പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും, അത് ഞാൻ പറഞ്ഞില്ലേ, മണിയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ട് അങ്കമാലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തു. അതല്ല, സോറി, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അത് വയനാട്ടിലുള്ള പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 9 ദിവസത്തെ മഹോത്സവം നടത്തി. അപ്പോൾ അന്ന് ഈ വാഹനത്തിൽ ബൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പാട്ട് കേട്ടിട്ട് അതിനിടയിലൂടെയാണ് ഡയലോഗ് പറയുന്നത്. ഇന്ന ദിവസം ഇന്നയിടത്ത് വെച്ച് ഇന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്നത്തെ നമ്മളുടെ വനം വകുപ്പ് മന്ത്രി ഒരു സ്ത്രീയായിരുന്നല്ലോ, അവർ പറഞ്ഞു മണിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാട്ട് എഴുതാം. അങ്ങനെ ഞാൻ എഴുതി. പിറ്റേ ദിവസം രാവിലെ വണ്ടി മുളന്തുരുത്തിയിൽ വന്നു. ഞാൻ കയറി സ്റ്റുഡിയോയിൽ ചെന്ന്. ഇപ്പോൾ മണിക്ക് കടുത്ത പനിയാണ്. പനി വന്നിട്ട് പാടാൻ പറ്റുന്നില്ല. പക്ഷേ ധാരാളം സ്വാമിമാർ അവിടെ തമ്പടിച്ചിരിക്കുക ഈ പാടിയിൽ. അത് കുരുത്തോല കീറാനും തോരണം തൂക്കാനും പാട്ട് പാടാനും ഒക്കെ, അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ പാട്ട് ഞാൻ കൊണ്ടു ചെല്ലുന്നത്. മണി പറഞ്ഞ് എന്തായാലും വിജയ് മാഷ് വന്നല്ലേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മണി അത് പാടിയപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. അവസാനം എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ പാട്ടിന്, അതെനിക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പുള്ളിയുടെ ഒരു ഹമ്മിങ് ഉണ്ടാവും.
ഹമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളവും ശ്രുതിയും കറക്റ്റായിരിക്കും. അതാ ഓൺ ദ സ്പോട്ടിൽ പുള്ളി കണ്ടുപിടിക്കുന്നതാണ്. അതാണ് കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. എല്ലാ പാട്ടിലും ഉണ്ട് അതങ്ങനെ. എന്തായാലും എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ചോർത്തിയെടുത്തതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് ധാരാളം പറയുവാനുണ്ട്. എനിക്ക് ജനങ്ങളോടായിട്ട് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നാടൻ പാട്ടുകളെ മറക്കരുത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തൊക്കെ തൊഴിൽ ചെയ്യുമ്പോഴും സിനിമാ പാട്ടിനേക്കാൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ പഴമയുടെ സംഗീതമാണ്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ, വാക്കുകൾ കൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ചാനലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. തവള എന്ന വാക്കുകൊണ്ട് തവളയുടെ ചിത്രം വരയ്ക്കുക, സ്ത്രീ എന്ന വാക്കുകൊണ്ട് സ്ത്രീയുടെ ചിത്രം വരയ്ക്കുക, എഴുന്നള്ളത്ത് എന്ന വാക്കുകൊണ്ട് ആനയും അമ്പാരിയും മേളക്കാരും ആളുകളും ഒക്കെ, അങ്ങനെ വാക്കുകൾ കൊണ്ടാണ് അതേ ചിത്രങ്ങൾ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇത് വളരെ നാളത്തെ ഒരു തപസ്യ കൊണ്ട് ഞാൻ സ്വായത്തമാക്കിയതാണ്. ഇതിൽ എന്നെ കേട്ട, എന്നെ കണ്ട, ഞാൻ വരച്ച ചിത്രങ്ങൾ ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.